ജല അതോറിറ്റി തെറ്റിദ്ധരിപ്പിച്ച് മദ്യക്കമ്പനി എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്കെന്ന് പറഞ്ഞാണ് തങ്ങളിൽ നിന്ന് NOC തേടിയതെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുകയാണ്. ജലം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി മദ്യക്കമ്പനിക്ക് ഉറപ്പ് നൽകിയിട്ടില്ല. കിൻഫ്രയുടെ അനുമതിയോടെ ജലം എടുക്കാമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചത്. നിലവിൽ മദ്യനിർമ്മാണത്തിന് നൽകാനുള്ള വെള്ളമില്ല എന്ന് തന്നെ വാട്ടർ അതോറിറ്റി പറയുന്നു. കമ്പനിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികൾ സർക്കാരിലേക്ക് അയക്കുമെന്നും ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്കെന്ന് പറഞ്ഞാണ് തങ്ങൾ NOC തേടിയത്. ജലം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി മദ്യക്കമ്പനിക്ക് ഉറപ്പ് നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി വിഷയം സങ്കീർണമാവുന്നുണ്ട്. നിഖിൽ പരമേശ്വർ വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് വാട്ടർ അതോറിറ്റിയുടെ അനുമതിയാണ് ഈ പറയുന്ന കരാറിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ അനുമതിയാണ്. അത് മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളവുമാണ്. അങ്ങനെ അനുമതി വാട്ടർ അതോറിറ്റി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ കരാറിന്റെ അടിത്തറ പൊളിയും. ഇത് ഇപ്പോൾ ഈ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന കാര്യം, അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി പറയുന്നു, ഇവിടുത്തെ അസിസ്റ്റന്റ് എഞ്ചിനീയർ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ജല അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് മദ്യ കമ്പനി ഇവിടെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞാണ് തങ്ങളിൽ നിന്ന് NOC തേടിയത് എന്നാണ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇപ്പോൾ അറിയിക്കുന്നത്. ജലം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി മദ്യ കമ്പനിക്ക് ഒരു തരത്തിലുള്ള ഉറപ്പും നൽകിയിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ മദ്യം ആ വാക്കുകളൊന്ന് കേട്ട് തിരികെത്താം. അങ്ങനെ നമ്മൾ കൊടുത്തതായിട്ട് എനിക്ക് അറിവില്ല. നമ്മളിവിടുന്ന് കൊടുത്തത് അതൊന്ന് സ്പെയർ ചെയ്യാം എന്ന് മാത്രമാണ്. അതായത് അവരുടെ പെർമിഷനോടുകൂടി സ്പെയർ ചെയ്യാം എന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. സർക്കാരിന് ഇപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഡയറക്ഷനായിട്ട് റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെയാണ് ഇന്നലെ അവർക്ക് 20 MLD, കിൻഫ്രയ്ക്ക് 10 MLD ആണ് നമ്മളവിടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 10 MLD-യിൽ നിന്ന്, കാരണം ഇപ്പോൾ കിൻഫ്രയിൽ ഒരു ഇൻഡസ്ട്രിയിലും ഇപ്പോൾ തൽക്കാലം പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഈ 10 MLD നമുക്ക് ഉപയോഗിക്കാതിരിക്കുകയാണ്. അതിൽ നിന്ന് വേണമെങ്കിൽ ഇപ്പോൾ അവരൊരു ഇനിഷ്യൽ ഒരു ടെൻഡറിന് വേണ്ടിയുള്ള ഇതിനു വേണ്ടിയാണ് അന്ന് ആവശ്യപ്പെട്ടിരുന്നത്. ടെൻഡറിൽ അവർക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഇത് ഓപ്ഷൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചാണ് അവർ വന്നത്. ആ ഓപ്ഷൻ അതെ, അന്നത്തെ സൂപ്പർണിംഗ് എഞ്ചിനീയർക്ക് അവർ സമീപിച്ചിരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു ഇതുണ്ട്, അതിൽ നിന്ന് വേണമെങ്കിൽ സ്പെയർ ചെയ്യാം. അത് പക്ഷേ ഒരു വാട്ടർ അതോറിറ്റിയുടെ മാത്രം തീരുമാനത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കിൻഫ്രയുടെ ഫണ്ടിൽ ചെയ്യുന്ന ഇതാണ്. അപ്പം അവരുടെ ഒരു തീരുമാനത്തിൽ മുന്നോട്ട് പോകണം. കാരണം ഇത് ജല അതോറിറ്റി വേറെ ആരെയും അറിയിച്ചിട്ടില്ല. നമ്മൾ വേണമെങ്കിൽ സ്പെയർ ചെയ്യാം. അത് പക്ഷേ നമ്മളെ മാത്രം ഉത്തരവാദിത്വമല്ല. കാരണം കിൻഫ്രയ്ക്ക് വരുന്നത് അവരെ ലൈനിൽ നിന്ന് എടുക്കണമെങ്കിൽ കിൻഫ്രയുടെ അറിവോട് കൂടിയേ പറ്റത്തുള്ളൂ. വേണമെങ്കിൽ സ്പെയർ ചെയ്യാം എന്നുള്ള ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അന്ന് കൊടുത്തിട്ടുള്ളൂ. വ്യാവസായിക ആവശ്യത്തിന് 10 MLD ഇപ്പോൾ കിൻഫ്രയ്ക്ക് വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ് അതിൽ അവരുടെ ഡെപ്പോസിറ്റ് പ്രകാരം ചെയ്തു വെച്ചിരുന്നത്. അപ്പം നിലവിൽ അവിടെ ഇൻഡസ്ട്രീസും മറ്റും അവർ വെള്ളം ഉപയോഗിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ പൈപ്പ് ലൈൻ പൂർത്തിയായിട്ടില്ല. അപ്പോൾ ആ പൂർത്തിയാവുന്ന മുറയ്ക്ക് വേറെ ആവശ്യം ഇല്ലെങ്കിൽ സ്പെയർ ചെയ്യാം എന്നതേ ഉള്ളൂ. എന്നായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ. നിഖിൽ പരമേശ്വർ വാർത്തകൾ. നിഖിൽ, ഈ മലമ്പുഴ ഡാമിൽ എന്തോ ഒരുപാട് വെള്ളമുണ്ട്. ഈ മദ്യനിർമ്മാണ കമ്പനിക്ക് വെള്ളം കൊടുത്താലും ബാക്കി ഇഷ്ടംപോലെ വെള്ളമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന നറേറ്റീവ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മലമ്പുഴ ഡാമിലെ ഇനോർമസ് വെള്ളത്തെപ്പറ്റി പറയുന്നവർ വാട്ടർ അതോറിറ്റി കൂടി പറഞ്ഞു കൊടുക്കണം എവിടെ വെള്ളം കിടക്കുന്നതെന്നുള്ള കാര്യം. വാട്ടർ അതോറിറ്റി പറയുന്ന നിലവിൽ വെള്ളമില്ല എന്ന് പറയുകയാണ്. നിഖിൽ, അതിലൊക്കെ പ്രധാനം, അതിലൊക്കെ ഗുരുതരമായത് ഇത് എണ്ണ കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റി തെറ്റിദ്ധരിപ്പിച്ച് കമ്പനി NOC വാങ്ങി എന്നുള്ളത് തന്നെയല്ലേ പ്രധാനം നിഖിൽ? തീർച്ചയായിട്ടും അതിപ്പോൾ ആ കാര്യം ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അടിവരയിട്ട് പറയുകയാണ്. തങ്ങളോട് പറഞ്ഞത് ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് ഒരു NOC വേണം. അത്തരത്തിലൊരു അപേക്ഷ നൽകിയാണ് തങ്ങളിൽ നിന്ന് NOC തേടിയത് എന്ന് വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജലം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി അറിയിക്കുകയും ചെയ്തു. പക്ഷെ അത് നേരിട്ട് ഈ കമ്പനിക്ക് നൽകാനുള്ള വെള്ളം എന്നുള്ള നിലയ്ക്കല്ല, കിൻഫ്രയ്ക്ക് വേണ്ടി ഇപ്പോൾ വെള്ളം നൽകാൻ ഇതിനോടകം തന്നെ തീരുമാനിച്ചിരുന്നു.
അതിന് കിൻഫ്രയ്ക്ക് കൂടി കിൻഫ്രയുടെ കൂടെ താല്പര്യം തേടിയ ശേഷം അവർക്ക് നൽകാമെന്ന് അറിയിച്ച ജലം വേണമെങ്കിൽ ഈ കമ്പനിക്ക് നൽകാമെന്നുള്ളൊരു സാധ്യത മാത്രമാണ് മുന്നിൽ വെച്ചത്. കിൻഫ്രയുടെ അനുമതിയോടുകൂടി ജലം എടുക്കാമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചത്. നിലവിൽ മദ്യനിർമ്മാണത്തിന് നൽകാനുള്ള വെള്ളം വാട്ടർ അതോറിറ്റിയുടെ പക്കൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അവർ അറിയിക്കുന്നത്. മലമ്പുഴ ഡാമിൽ ഇതുമായി ബന്ധപ്പെട്ട ജലമില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ മദ്യനിർമ്മാണത്തിന് നൽകാനുള്ള വെള്ളം നിലവിലത്തെ സാഹചര്യത്തിൽ ലഭ്യമല്ല എന്നുകൂടി അവർ അറിയിക്കുന്നുണ്ട്. കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഇതിനോടകം തന്നെ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പരാതികൾ സർക്കാരിലേക്ക് അയക്കുമെന്നും ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. അശ്വിനി, എന്ന് പറഞ്ഞാൽ മലമ്പുഴ ഡാമിൽ ഒരുപാട് വെള്ളമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് ആദ്യം അറിയേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. വാട്ടർ അതോറിറ്റി കൃത്യമായി തന്നെ പറയുന്നുണ്ട് അത് ഇപ്പോൾ തൽക്കാലം അവിടെ വെള്ളമില്ല, നാട്ടിന് ഉപയോഗിക്കാനുള്ള വെള്ളമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് പറയുന്നത് 100% ശരിവെക്കുകയാണ് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിഖിൽ. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടുണ്ട്. അതോടൊപ്പം തന്നെ ആ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അല്പസമയം മുൻപ് BJPയുടെ ഒരു പ്രതിഷേധം ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്നു. വളരെ പ്രയാസപ്പെട്ടാണ് ആ BJP പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിച്ചത്. അവരെ പോലീസ് പുറത്ത് തടയുകയും ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. പിന്നീട് ഏറെ നേരം നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിലാണ് 5 പേരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാമെന്ന് അവർ സമ്മതിച്ചത്. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഈ കാര്യം അവർ വെളിപ്പെടുത്തിയത്. അതായത് ഇത്തരത്തിൽ മദ്യനിർമ്മാണത്തിന് നൽകാനുള്ള വെള്ളം ജല അതോറിറ്റിയുടെ പക്കലില്ല. പാലക്കാട് ജില്ല നേരിടുന്നത് തന്നെ കടുത്ത വരൾച്ചയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കർഷകർക്ക് നൽകാൻ തന്നെ വെള്ളമില്ലാതെ കൃഷി നശിച്ചു പോകുന്ന സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ മദ്യ നിർമ്മാണത്തിന് നൽകാൻ വെള്ളം തങ്ങളുടെ പക്കലില്ല എന്നതിനെ അടിവരയിട്ട് പറയുകയാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. എന്തായാലും ഈ അനുമതി തേടിയിട്ടുള്ളത് പോലും ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഈ പ്രതികരണം. എന്തായാലും അവരോട് പറഞ്ഞിട്ടുള്ളത് ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് തങ്ങൾക്കൊരു NOC വേണമെന്ന് പറഞ്ഞാണ്. അത്തരത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഉദ്യോഗസ്ഥർ. ഈ കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടത് മലമ്പുഴയുടെ ശേഷി 226 ദശലക്ഷം ക്യൂബിക് മീറ്റർ എന്ന് വെച്ചാൽ 226 ഇൻറ്റു എത്രയാണ് 1 ലക്ഷം ദശലക്ഷം 1 ക്യൂബിക് മീറ്റർ 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ പാലക്കാട് കുടിവെള്ളത്തിന് വേണ്ടി അത്രയും മതി. അത് കഴിഞ്ഞാൽ അത് എത്ര 305 ദിവസമേ ഉള്ളൂ. പാലക്കാട് ബ്രൂവറി കമ്പനിക്ക് വേണ്ടത് 10 ലക്ഷം ലിറ്ററാണ്. അതായത് കമ്പനിക്ക് വേണ്ടി വരുന്ന ഡാമിൻ്റെ ശേഷിയുടെ 0.0044% ജലം മാത്രമാണ് എന്നൊക്കെയായിരുന്നു ഇതിൻ്റെ ക്യാപ്സ്യൂളുകൾ. അത് വാട്ടർ അതോറിറ്റി എന്തായാലും ആ ക്യാപ്സ്യൂൾ അറിഞ്ഞിട്ടില്ല. വാട്ടർ അതോറിറ്റി പറയുന്നത് മലമ്പുഴയിൽ മദ്യനിർമ്മാണത്തിന് കൊടുക്കാനുള്ള വെള്ളമില്ല എന്നാണ് വാട്ടർ അതോറിറ്റി ഒഫീഷ്യലി ഔദ്യോഗികമായി പറയുന്നത്. അതിനേക്കാൾ പ്രധാനം, അതിനേക്കാൾ ഗൗരവതരമായുള്ളത് വാട്ടർ അതോറിറ്റിയെ ഓയിൽ കമ്പനിക്ക് വേണ്ടിയുള്ള ചർച്ചയ്ക്കെന്ന് തെറ്റിദ്ധരിപ്പിച്ച് NOC അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് NOC വാങ്ങി എന്ന ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കളല്ല, അത് വാട്ടർ അതോറിറ്റി തന്നെയാണ്.